നമസ്കാരം. ഇടനിലക്കാരാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി ആയുധം വാങ്ങിക്കൂട്ടിയിരുന്നത്. ഇവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കമ്മീഷനുകൾ അടിച്ചുമാറ്റുന്നവരായിരുന്നു. അങ്ങനെയാണ് ബൊഫോഴ്സ് അഴിമതി കേസും. 400 തോക്ക് വാങ്ങിയതിന് അന്ന് രാജീവ് ഗാന്ധിക്ക് മോൺബ്ലാങ്ക് എന്നു പേരുള്ള സ്വിസ് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കോടികളാണ് ഒഴുകിയെത്തിയത്. പക്ഷേ അതിൽ രാജീവ് ഗാന്ധിക്കല്ല കോടികൾ ലഭിച്ചത്, സോണിയാഗാന്ധിക്കാണ് എന്നതാണ് ചരിത്രം. വളരെ രഹസ്യമായി, അതായത് പാർലമെൻറ്റിലെ ലോഗ് ബുക്കിൽ പോലും ഒപ്പിടാതെ രാജീവ് ഗാന്ധിയുടെ അടുത്ത് ഒട്ടോവിയ കുത്രോച്ചി എത്തിച്ചതും സോണിയാഗാന്ധിയായിരുന്നു. അന്ന് അരുൺ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തുനിന്ന് ഇവർ പുറത്താക്കുകയുണ്ടായി. അന്ന് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രിയായിരുന്നു അരുൺ നെഹ്റു. ആദ്യത്തെ കച്ചവടത്തിൽ ഇടനിലനിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ എന്നത് കോൺഗ്രസിൻ്റെ അലിഖിതമായ നിയമം തന്നെയാണ്. അത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തെ ശക്തമാക്കാനൊന്നുമല്ല കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം അഴിമതിക്കാരെ തീറ്റിപ്പോറ്റിയത്. കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള നേതാക്കന്മാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അത്തരം ശ്രമങ്ങളായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. അല്ലാതെ രാജ്യം മുന്നോട്ട് പോകണം എന്ന താല്പര്യം കോൺഗ്രസിനില്ലായിരുന്നു. അതിർത്തി റോഡുകൾ പണിയുന്ന ശൈലി കോൺഗ്രസിനില്ലായിരുന്നു. രാജ്യത്തിൻ്റെ അഭിമാനം നശിച്ചാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾ മുന്നോട്ട് പോകണം എന്നുള്ള ശൈലി മാത്രമായിരുന്നു കോൺഗ്രസ് പിന്തുടർന്നിരുന്നത്. ചൈനയോട് മുട്ടാൻ പേടി, അതുകൊണ്ട് അതിർത്തി റോഡുകൾ പണിഞ്ഞില്ല. പാകിസ്ഥാനോട് മുട്ടാൻ പേടി, അതുകൊണ്ട് ഇന്ത്യൻ സൈനികരെ കഴുത്തറുത്ത് ഇന്ത്യയിലേക്ക് വിട്ടാലും ഒന്നും പ്രതികരിച്ചില്ല. ഇങ്ങനെ ഒക്കെയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത്. 1990 തന്നെ ഇന്ത്യൻ സൈന്യം കോൺഗ്രസിനോട് 40 സ്ക്വാഡ്രോൺ വിമാനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 30 സ്ക്വാഡ്രോൺ വിമാനങ്ങൾ മാത്രമാണ് ഈ അടുത്ത സമയം വരെയും ഇന്ത്യക്കുള്ളത്. അതായത് 540 യുദ്ധവിമാനങ്ങൾ, ഏകദേശം 180 യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട്. 720 യുദ്ധവിമാനങ്ങൾ വാങ്ങേണ്ടിടത്താണ് ഇപ്പോൾ 340 യുദ്ധവിമാനങ്ങളുള്ളത്. ഇപ്പോൾ ഫ്രാൻസുമായി ഇന്ത്യ റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ കരാർ ഒപ്പിടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇന്ത്യക്ക് 40 സ്ക്വാഡ്രോൺ വിമാനങ്ങളാവും. പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയില്ല, വെല്ലുവിളിക്കാൻ പോലും പറ്റാത്ത അത്ര ഉയരത്തിലായി മാറും ഇന്ത്യ. 3.25 ലക്ഷം കോടി രൂപയുടെ ചിലവിന് 140 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലെത്തുന്നതോടുകൂടി അത് ഇന്ത്യയുടെ ചരിത്ര നിമിഷം തന്നെയായിരിക്കും. ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാറാണ് റാഫേൽ നടക്കുന്നത്. അതായത് അഴിമതിക്ക് ഒരു സ്കോപ്പുമില്ല. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട 1980കളിലാണ് ബൊഫോഴ്സ് അഴിമതിയുടെ തുടക്കം. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇറ്റാലിയൻ ആയുധ കമ്പനിയായിട്ടുള്ള ബൊഫോഴ്സും രാജീവ് ഗാന്ധിയും തമ്മിലാണ് ഈ കരാർ നേരിട്ട് ഇടപെട്ടത്. 40 കോടി രൂപയുടെ കുംഭകോണമാണ് ഉണ്ടായത്. അത് പുറത്തറിഞ്ഞത് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കൊണ്ട് മാത്രം. എല്ലാവരെയും കുറ്റവിമുക്തമാക്കി ഹൈക്കോടതി എന്ന് പറയുന്ന ഈ കേസുണ്ടല്ലോ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേസ് വീണ്ടും മൈക്കൽ ഹെർഷ്മാൻ എന്ന അന്നത്തെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതേ ഹെർഷ്മാൻ തന്നെയാണ് അന്ന് ഈ കേസ് അന്വേഷിച്ചതും. ഇതേ ഹെർഷ്മാൻ്റെ സഹായത്തോടു കൂടിയാണ് VP സിംഗ് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി പോലും അനിശ്ചിതത്വത്തിലാക്കിയത്. 2017 ഹെർഷ്മാൻ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി അകത്താകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഇരുമ്പഴിക്കുള്ളിൽ ആകും എന്നുറപ്പാണ്. വളരെ ശക്തമായി തന്നെ ഈ കേസ് അന്വേഷിക്കാൻ പോവുകയാണ് ഭാരത സർക്കാർ. അത്തരത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസും ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ്സുകാർ അകത്താകുകയാണെങ്കിൽ അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും. അറബിക്കടലിൽ നോക്കിയാൽ മതി പിന്നീട് കോൺഗ്രസ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.